ഡോക്ടർ, ഈ ഒരു സൈസ് ഫൈബ്രോയിഡിന് എന്ത് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടി വരിക? ഫൈബ്രോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ സൈസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ല, അതിൻ്റെ സൈസും ലൊക്കേഷനും സിംറ്റംസിനെയും ബേസ് ചെയ്താണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതിനിപ്പോൾ സിംറ്റംസ് ഒന്നുമില്ല, ക്രിട്ടിക്കൽ ലൊക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് സ്കാനിങ്ങിലൂടെ ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി. ഞാനും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സർജിക്കലി റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതോ? ഈ ഒരു സൈസ് ഫൈബ്രോയിഡിന് മോസ്റ്റ്ലി ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. പക്ഷേ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചിലപ്പോൾ സർജറിയിലേക്ക് പോയാൽ മതി. ഈ ഒരു സൈസ് ഫൈബ്രോയിഡിന് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് പ്രൈമറി ആയിട്ട് ചെയ്യേണ്ടി വരിക. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷേ ഇതിനെ റിമൂവ് ചെയ്യണമെങ്കിൽ സർജറി തന്നെ വേണ്ടി വരും. ഈ ഒരു സൈസിലെ ഫൈബ്രോയിഡ് ലൊക്കേഷനോ ബുദ്ധിമുട്ടോ എന്തോ ആവട്ടെ, സർജറി മാത്രമേ നമുക്കൊരു ഓപ്ഷൻ ഉള്ളൂ. പക്ഷേ ഈ ഒരു സൈസിൽ നിങ്ങൾ സർജറി ചെയ്യാൻ മടിച്ചു കഴിഞ്ഞാൽ ഫൈബ്രോയിഡ് എന്നല്ല, ചിലപ്പോൾ ഗർഭപാത്രം തന്നെ എടുത്ത് കളയേണ്ടി വരും. അപ്പോൾ ഇത്രയും വലിയ സൈസ് ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറിനെ കണ്ട് സർജറിക്ക് വിധേയമാവേണ്ടതാണ്. അതും നമുക്ക് കീ ഹോൾ സർജറിയിലൂടെ ചെയ്യാവുന്നതേ ഉള്ളൂ.